അസ്സലാമു അലൈക്കും. പരിശുദ്ധമായ റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കേണ്ട ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും സൂറത്തുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഒരുപാട് പേര് പറയുന്ന പരാതിയാണ് കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദ് ബിനു ജബൽ എന്ന സ്വഹാബിക്ക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് കൊടുത്ത ഒരു സമ്മാനമാണ്. അത് പറയാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു അദ്ദേഹത്തിൻ്റെ കടങ്ങളെല്ലാം മാറ്റിക്കൊടുത്തു. അദ്ദേഹം പോലും അറിയാത്ത രീതിയിൽ അദ്ദേഹത്തിന് ഐശ്വര്യവും ബറക്കത്തും ജീവിതത്തിൽ സന്തോഷവും അല്ലാഹു നൽകി. നമ്മുടെ ജീവിതത്തിൽ കടങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, എപ്പോഴും അല്ലാഹുവിനോട് ഇഷ്ടമുണ്ടാകാൻ 10 ലക്ഷം കൂലി കിട്ടുന്ന കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഈ റജബ് മാസത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും നൽകി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിൽ 2-ാം ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇൻഷാ അല്ലാഹ്. ഈ മാസത്തിൻ്റെ പവിത്രത പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. 10 ദിവസം പ്രത്യേകമായി ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ഈ ദിക്ർ ചൊല്ലിയാൽ നരകത്തിൽ നിന്ന് അല്ലാഹു മോചനം നൽകും. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്നാണ് ഈ ദിക്ർ. ഈ ദിക്ർ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. ഇതിൻ്റെ അർത്ഥം പറയാം. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണമേ, നീ എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ തൗബ നീ സ്വീകരിക്കണമേ. ഇതിനു ശേഷം ഇതും കൂടി ചൊല്ലുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ വബല്ലിഅനാ റമളാൻ എന്ന് ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഈ റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ ഓതിയിരിക്കേണ്ട സൂറത്താണ് സൂറത്ത് ഇഖ്ലാസ്. സൂറത്ത് ഇഖ്ലാസ് ആകാശഭൂമികൾക്ക് തറക്കല്ലിട്ട സൂറത്താണ്. റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ദിക്ർ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ദിക്റുകളിൽ മഹത്തമായ ദിക്റാണ്. പിന്നീട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ, സയ്യിദ് ഇസ്തിഗ്ഫാർ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിദ് ഇസ്തിഗ്ഫാർ ഒരു മനുഷ്യൻ രാവിലെയും വൈകിട്ടും ചൊല്ലിയാൽ അതിനിടയിൽ അവൻ മരണപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അവനിക്ക് സ്വർഗ്ഗം ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, എനിക്ക് കടങ്ങളാണ്, പ്രയാസങ്ങളാണ്, വിഷമങ്ങളാണ്, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, കടം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ്, ഞാൻ എന്തു ചെയ്യും നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്ത് പറഞ്ഞു കൊടുത്തു. ഇൻഷാ അല്ലാഹ് അത് ചൊല്ലിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കടങ്ങൾ മാറി. അദ്ദേഹം അറിയാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ കടങ്ങളെല്ലാം അല്ലാഹു തീർത്തു. സൂറത്ത് ആലിമ്രാനിലെ 26-27 ആയത്തുകളാണ്. ഈ ആയത്തുകൾ രാവിലെയും വൈകിട്ടും ഒരു തവണയെങ്കിലും ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഓതിയതിന് ശേഷം ദുആ ചെയ്താൽ അവൻ്റെ കടങ്ങൾ അല്ലാഹു മാറ്റി തരുന്നതാണ്. ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ അല്ലാഹു നീക്കി തരുന്നതാണ്. സന്തോഷവും അല്ലാഹു നൽകുന്നതാണ്. ഏതാണ് ഈ ആയത്തെന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഇത് ഓതി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ കടങ്ങളെല്ലാം അല്ലാഹു തീർത്തു തരുന്നതാണ്. ഈ റജബ് പ്രയോജനപ്പെടുത്താൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.